അടുത്ത സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാറ്ററിയെ കുറിച്ചാണ്. എന്താണ് ബാറ്ററീസ്? ദി ടേം ബാറ്ററി സ്റ്റാൻഡ്സ് ഫോർ ദി അറേഞ്ച്മെന്റ് ഓഫ് 2 or more ഗാൽവനിക് സെൽ. 2 അതിലധികമോ ഗാൽവനിക് സെൽ ചേർത്ത് വെച്ചാൽ അതിനെ ബാറ്ററീസ് എന്ന് പറയാം. ദർ ആർ 2 types ഓഫ് ബാറ്ററീസ്. 2 രീതിയിലുള്ള ബാറ്ററി ഇന്ന് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി ബാറ്ററീസ് and second one is secondary batteries. ഇനി എന്താണ് പ്രൈമറി ബാറ്ററീസ്? In the primary batteries, the reaction occurs only once, and after use of over a period of time, battery becomes dead and cannot be reused again. അപ്പോൾ ഒരു ബാറ്ററിയിലെ അല്ലെങ്കിൽ ഒരു സെല്ലിലെ റിയാക്ഷൻ പൂർണ്ണമായും നടന്നു കഴിഞ്ഞാൽ ആ സെല്ല്, ആ ബാറ്ററി നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആ ബാറ്ററിയിലെ വൈദ്യുത ഉൽപാദനം നിലയ്ക്കുന്നു. അപ്പോൾ ഇത്തരം സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി ബാറ്ററി എന്ന് വിളിക്കുന്നത്. ആ പ്രൈമറി ബാറ്ററിയെ നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അതിലെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ അതിനെ റീചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്തരം ബാറ്ററികളാണ് പ്രൈമറി ബാറ്ററി. പ്രൈമറി ബാറ്ററിക്ക് ഉദാഹരണമാണ് ഡ്രൈ സെൽ അല്ലെങ്കിൽ ടോർച്ച് സെൽ എന്ന് വിളിക്കുന്ന സെല്ല്. അതുപോലെ വാച്ചിൽ ഉപയോഗിക്കുന്ന മെർക്കുറി സെല്ല്. ഇതൊക്കെ എന്താണ്? പ്രൈമറി ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റിയാക്ഷൻ പൂർണ്ണമായി നടന്നു കഴിഞ്ഞാൽ അത് ബാറ്ററി ഉപയോഗശൂന്യമാവും. അത്തരം ബാറ്ററികളെയാണ് പ്രൈമറി ബാറ്ററീസ് എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം ഡ്രൈ സെൽ. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടു പരിചിതമായിട്ടുള്ള ഒരു സെല്ലാണെന്ത്? ഡ്രൈ സെൽ. ടോർച്ചിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ഡ്രൈ സെൽ. അതുപോലെ മറ്റ് ഉപകരണങ്ങളൊക്കെ ഈ ഡ്രൈ സെല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി എന്താണ് ഡ്രൈ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ഡ്രൈ സെല്ലിന് ഒരു സിങ്ക് കപ്പ് ഉണ്ടായിരിക്കും. ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു സിങ്ക് കപ്പ്. ആ സിങ്ക് കപ്പ് ആനോഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സിങ്ക് കപ്പിൻ്റെ നടുവിലായിട്ടൊരു ഗ്രാഫൈറ്റ് റോഡ് ഉണ്ടായിരിക്കും. കാർബണിൻ്റെ രൂപമായ ഗ്രാഫൈറ്റ് റോഡ് സിങ്ക് കപ്പിൻ്റെ നടുവിലായിട്ടുണ്ടായിരിക്കും. ആ ഗ്രാഫൈറ്റ് റോഡിൻ്റെ ചുറ്റുമായിട്ട് മാംഗനീസ് ഡയോക്സൈഡിൻ്റെയും അതുപോലെ തന്നെ കാർബണിൻ്റെയും ഒരു മിശ്രിതം ഉണ്ടായിരിക്കും. മാംഗനീസ് ഡയോക്സൈഡിൻ്റെയും കാർബണിൻ്റെയും ഒരു മിശ്രിതം ഗ്രാഫൈറ്റ് റോഡിൻ്റെ ചുറ്റുപാടും ഉണ്ടായിരിക്കും. അതുപോലെ സിങ്ക് കപ്പിനെയും മാംഗനീസ് ഡയോക്സൈഡിൻ്റെയും ഇടയിലായിട്ട് എ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. അപ്പോൾ അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും ഒരു മിശ്രിതം സിങ്ക് കപ്പിൻ്റെയും മാംഗനീസ് ഡയോക്സൈഡിൻ്റെയും ഇടയിലായിട്ട് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈമറി ഡ്രൈ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ? ഡ്രൈ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ വളരെ കോംപ്ലക്സ് റിയാക്ഷനാണ് ഡ്രൈ സെല്ലിൽ നടക്കുന്നത്. അതിലെ ആനോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സിങ്ക് കപ്പിലെ സിങ്ക് ആറ്റത്തിന് ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് അയോണായിട്ട് മാറുന്നു. ഓക്കെ, അതിലെ കാഥോഡ് റിയാക്ഷൻ നമുക്ക് നോക്കാം. ആനോഡ് റിയാക്ഷൻ എന്താണ്? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് അയോണായിട്ട് മാറുന്നു. കാഥോഡിൽ മാംഗനീസ് ഡയോക്സൈഡും അമോണിയയും റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോക്സി മാംഗനീസ് ഓക്സൈഡായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ അമോണിയ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഫലമായിട്ട് അമോണിയ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്, അല്ലേ? അമോണിയ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും അമോണിയ ഗ്യാസ് ബാറ്ററിയുടെ പുറമേക്ക് വരുന്നില്ല. എന്താണ് അതിന് കാരണം? അമോണിയ ഗ്യാസ് എന്ത് ചെയ്യുന്നു? അതിലെ സിങ്ക് അയോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സിങ്ക് അയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് കൊണ്ട് അമോണിയ ഗ്യാസ് സെല്ലിൻ്റെ പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ, ഇനി ഡ്രൈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ. ഡ്രൈ സെൽ ഹാസ് പൊട്ടൻഷ്യൽ ഓഫ് നിയർലി 1.5 വോൾട്ട്. ഡ്രൈ സെല്ലിന് 1.5 വോൾട്ടാണ് അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കാണിക്കുന്നത്.
ഓക്കെ. ഇപ്പോൾ ഡ്രൈ സെൽ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെല്ലാണ്, അതിനെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെല്ലിലേക്ക് പോവാം. മെർക്കുറി സെൽ. എന്താണ് മെർക്കുറി സെല്ല്? മെർക്കുറി സെൽ കൺസിസ്റ്റ് ഓഫ് സിങ്ക് മെർക്കുറി അമാൽഗം ആസ് ആനോഡ്. സിങ്ക് മെർക്കുറി അമാൽഗം ആണ് എന്ത്? ആനോഡായിട്ട് വർക്ക് ചെയ്ത്. ആൻഡ് എ പേസ്റ്റ് ഓഫ് മെർക്കുറി ഓക്സൈഡ് HgO ആൻഡ് കാർബൺ ആക്ട് ആസ് എ കാഥോഡ്. മെർക്കുറി ഓക്സൈഡും അതുപോലെ തന്നെ കാർബണും അവിടെ കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡിൻ്റെയും ഒരു പേസ്റ്റാണ്. അപ്പോൾ എ പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആക്ട് ആസ് എ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇനി എന്താണ് അതിൽ നടക്കുന്ന റിയാക്ഷൻ? സിങ്ക് അമാൽഗം ZnHg plus 2OH minus gives ZnO plus 2H2O plus 2 ഇലക്ട്രോൺ. ഇതാണ് മെർക്കുറി സെല്ലിലെ ആനോഡ് റിയാക്ഷൻ. ദെൻ മെർക്കുറി സെല്ലിലെ കാഥോഡ് റിയാക്ഷൻ എന്താണ്? HgO plus H2O plus 2 ഇലക്ട്രോൺ gives Hg plus 2OH minus. ഓക്കെ, ഇനി മെർക്കുറി സെല്ല് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ലോ കറണ്ട് ഡിവൈസസിൽ ഉപയോഗിക്കുന്ന ഒരു സെല്ലാണ് മെർക്കുറി സെൽ അല്ലേ. ഹിയറിംഗ് എയ്ഡ്സിലും അതുപോലെ വാച്ചുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന സെല്ലാണ് മെർക്കുറി സെൽ. അപ്പോൾ അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.35 വോൾട്ട്. ഒരു മെർക്കുറി സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ 1.35 വോൾട്ടാണ്. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് സെല്ലാണ് സെക്കൻഡറി ബാറ്ററീസ്. എന്താണ് സെക്കൻഡറി ബാറ്ററീസ്? ദീസ് ആർ ദി സെൽസ് വിച്ച് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതായത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളെയാണ് സെക്കൻഡറി സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡറി സെല്ലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലാണ് ലെഡ് അക്യുമുലേറ്റർ എന്ന് വിളിക്കുന്ന സെല്ല്. എന്താണ് ലെഡ് സ്റ്റോറേജ് സെല്ല് അല്ലെങ്കിൽ ലെഡ് അക്യുമുലേറ്റർ സെല്ല് എന്ന് പറഞ്ഞാൽ? നമ്മൾ വാഹനങ്ങളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സെല്ലാണ് അല്ലെങ്കിൽ ബാറ്ററിയാണ് എന്ത്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഓർ ലെഡ് അക്യുമുലേറ്റർ. ഇനി എന്താണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ഒരു ലെഡ് ആണ് അവിടെ ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ലെഡ് ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ആക്ട് ആസ് എ കാഥോഡ്. ഗ്രിഡ് ഓഫ് ലെഡും അതുപോലെ തന്നെ ലെഡ് ഓക്സൈഡും ആണ് എന്താ അവിടെ കാഥോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ അതിൽ ഇലക്ട്രോലൈറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് 38% സൊല്യൂഷൻ ഓഫ് എ സൾഫ്യൂരിക് ആസിഡ്. 38% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷനാണ് അവിടെ ഇലക്ട്രോലൈറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലെഡ് ആനോഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ആക്ട് ആസ് എ കാഥോഡ് ആൻഡ് 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആക്ട് ആസ് എ ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഇതാണ് ഒരു ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓക്കെ, ഇനി എന്താണ് അതിൽ നടക്കുന്ന റിയാക്ഷൻസ് നോക്കുക. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻസ് Pb plus SO4 2 minus gives PbSO4 plus 2 electron. Pb plus SO4 2 minus gives PbSO4 plus 2 electron. ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ദെൻ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? PbO2 plus SO4 2 minus plus 4H plus 2 electron gives PbSO4 plus 2H2O. ഈ ഒരു റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നത്? കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനാണ്. ഓക്കെ, ദെൻ അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ കാഥോഡിലെയും ആനോഡിലെയും റിയാക്ഷൻ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം. അതിന് നമ്മൾ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയും.
overall reaction Pb plus PbO2 plus H2SO4 gives 2 PbSO4 plus 2 H2O. ഇതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ഓവറോൾ റിയാക്ഷൻ. ഓക്കെ, ഇനി ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ പ്രത്യേകത ഇതാണ്, അതിനെ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ചാർജ് തീർന്നു പോയാലും അതിനെ വീണ്ടും വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അതിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ റിയാക്ഷൻ റിവേഴ്സ് ഓർഡറിലായിട്ട് മാറും. ഒരു ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് എന്താണോ റിയാക്ഷൻ നടക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ചാർജിങ് ദി ബാറ്ററി റിയാക്ഷൻ ഈസ് റിവേഴ്സ്ഡ് ആൻഡ് PbSO4 ഓൺ ആനോഡ് ആൻഡ് കാഥോഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു Pb ആൻഡ് PbO2 റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്തുള്ള റിയാക്ഷൻ്റെ റിവേഴ്സ് ഓർഡറിലുള്ള റിയാക്ഷനാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലാണ് ലെഡ് സ്റ്റോറേജ് സെല്ല്. അപ്പോൾ അതുപോലെ മറ്റൊരു സെക്കൻഡറി ബാറ്ററിയാണ് നിക്കൽ കാഡ്മിയം സെല്ല്. നിക്കൽ കാഡ്മിയം സെല്ല് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയേക്കാളും കൂടുതൽ കാലയളവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബാറ്ററിയാണ് നിക്കൽ കാഡ്മിയം സെല്ല്. ഓക്കെ, അപ്പോൾ നിക്കൽ കാഡ്മിയം സെല്ലിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഹൈലി എക്സ്പെൻസീവാണ്. അതിന് വളരെ വില കൂടുതലാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയേക്കാളും വില കൂടുതലായിട്ടുള്ള ഒരു സെല്ലാണ് നിക്കൽ കാഡ്മിയം സെല്ല്. അപ്പോൾ ആ സെല്ലിലെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. CD plus 2NiOH thrice gives CdO plus NiOH twice plus 2H2O. നിക്കൽ കാഡ്മിയം സെല്ലിലെ ഓവറോൾ റിയാക്ഷനാണ് ഇത്. അപ്പോൾ ഇതും ഒരു സെക്കൻഡറി ബാറ്ററിയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ചാർജ് തീർന്നാൽ വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെല്ലാണ് നിക്കൽ കാഡ്മിയം സെല്ല്. ഓക്കെ, അടുത്ത സെല്ലാണ് ഫ്യൂവൽ സെൽ. എന്താണ് ഫ്യൂവൽ സെൽ? ഫ്യൂവൽ സെൽസ് ആർ ഗാൽവനിക് സെൽ ഇൻ വിച്ച് കെമിക്കൽ എനർജി ഫ്രം കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയെ കമ്പസ്റ്റൻ മുഖേന ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് ഫ്യൂവൽ സെല്ല്. എന്താണ് ഫ്യൂവൽ സെല്ലിൻ്റെ മേന്മകൾ? പ്രകൃതിക്ക് ഹാനികരമല്ലാത്ത ഒരു ബൈ പ്രോഡക്റ്റുകളും ഈ സെല്ലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുതന്നെയാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേന്മ. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് എന്താണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 compartments സെപ്പറേറ്റഡ് ബൈ എ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ 3 കമ്പാർട്ട്മെൻറ്റുകൾ, ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത 3 കമ്പാർട്ട്മെൻറ്റുകൾ. ഓക്കെ, ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ 1 കമ്പാർട്ട്മെൻറ്റ്. ഒരു കമ്പാർട്ട്മെൻറ്റിൽ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുന്നു. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് ഒരു കമ്പാർട്ട്മെൻറ്റിലൂടെ പാസ് ചെയ്യുന്നു. ആൻഡ് ഓക്സിജൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ അനദർ കമ്പാർട്ട്മെൻറ്റ്. മറ്റൊരു ഭാഗത്തു കൂടി രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദി തേർഡ് കമ്പാർട്ട്മെൻറ്റ്, നടുവിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ വാട്ടർ കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്തിട്ടുള്ള വെള്ളം ഈ ഒരു മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ, നടുവിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്തിട്ടുള്ള ജലം. ഓക്കെ, ആൻഡ് ട്രേസ് എമൗണ്ട് ഓഫ് ഫൈൻലി ഡിവൈഡഡ് പ്ലാറ്റിനം ആൻഡ് പലേഡിയം മെറ്റൽ. ഇലക്ട്രോഡിൻ്റെ ഭാഗത്ത് പലേഡിയം മെറ്റലും അതുപോലെ തന്നെ പ്ലാറ്റിനം മെറ്റലിനെയും ഇൻകോപ്പറേറ്റ് ചെയ്തതാണ്. കാരണം അതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫ്യൂവൽ സെല്ലിൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, ഇനി ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്യൂവൽ സെല്ലിലെ കാഥോഡ് റിയാക്ഷൻ നമുക്ക് നോക്കാം. കാഥോഡ് റിയാക്ഷൻ O2 plus 2H2O plus 4 electron gives 4OH-. ഇത് ഫ്യൂവൽ സെല്ലിലെ കാഥോഡിൽ നടക്കുന്നു. ഇനി എന്താണ് ഫ്യൂവൽ സെല്ലിലെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ?
2H2 plus 4OH minus gives 4H2O plus 4 ഇലക്ട്രോൺ. ഇത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഓവറോൾ റിയാക്ഷൻ 2H2 plus O2 gives 2H2O. 2H2 plus O2 gives 2H2O എന്നുള്ളതാണ് ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ. അതായത് ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ഏതാണ്? വാട്ടറാണ്. ഓക്കെ, അപ്പം പൊല്യൂഷൻ വളരെ കുറവുള്ള ഒരു സെല്ലാണ് എന്ത്? ഫ്യൂവൽ സെൽ എന്ന് പറയുന്ന സെല്ല്. അതിലെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് വാട്ടറാണ്. എന്നാൽ മറ്റു സെല്ലുകളിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ചില വസ്തുക്കൾ ഉണ്ട്. മെർക്കുറി, കാഡ്മിയം പോലെയുള്ള വസ്തുക്കൾ മറ്റു സെല്ലുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഫ്യൂവൽ സെൽ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി വിത്ത് ആൻ എഫിഷ്യൻസി ഓഫ് അബൌട്ട് 70%. 70% എഫിഷ്യൻസി കാണിക്കുന്ന ഒരു സെല്ലാണ് ഫ്യൂവൽ സെല്ല്. ഓക്കെ, ഇനി ഫ്യൂവൽ സെല്ല് ഉപയോഗിക്കുന്നത് നമ്മൾ റോക്കറ്റുകളിലും അതുപോലെ തന്നെ സ്പേസ് ഷട്ടിലുകളിലുമൊക്കെയാണ് നമ്മൾ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നമുക്ക് ഫ്യൂവൽ സെൽ ഉപയോഗിക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ശൂന്യാകാശ പരിവേഷണത്തിനും അതുപോലെ ബഹിരാകാശത്തും ഒക്കെ പോകുന്ന ആളുകൾ വാഹനങ്ങളിലൊക്കെയാണ് ഈ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെല്ലുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി സെല്ല് ആൻഡ് സെക്കൻഡറി സെല്ല്. പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു, അതിൻ്റെ റിയാക്ഷൻ പൂർണ്ണമായി നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. എന്നാൽ സെക്കൻഡറി സെല്ലിൻ്റെ പ്രത്യേകത അതിനെ റീചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് കഴിയും. ഓക്കെ, താങ്ക് യു.